സീഷെല്ലിൽ പറന്നിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം സീഷെല്ലിൽ എത്തുന്നത് ഇപ്പോൾ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന മറ്റൊരു പ്രത്യേക ഒരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയുകയാണ്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ജീവിയെ കാണാൻ കൂടിയാണ് അദ്ദേഹം സീഷെൽസിലേക്ക് എത്തിയിരിക്കുന്നത്. 3 ദിവസം നടക്കുന്ന ഔദ്യോഗിക യാത്രയാണിപ്പോൾ. അതിനിടയിലാണ് ഇത്തരത്തിലൊരു കൗതുക കൂടിക്കാഴ്ചയ്ക്ക് ഇവിടെ ലോകം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. അവിടെ ഭൂമിയിൽ നിലവിൽ ജീവിച്ചിരിക്കുന്നവരിൽ വെച്ച് ഏറ്റവും പ്രായം കൂടിയ കരജീവിയായ ഗിന്നസ് റെക്കോർഡ് പോലും അംഗീകരിച്ച ജൊനാഥൻ എന്ന ഒരു ആമയെ കാണാനാണ്, അല്ലെങ്കിൽ ആമയെ സന്ദർശിക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഇവിടെ സീഷെല്ലിൽ എത്തുകയും അതിനുവേണ്ടി ഒരു സമയം മാറ്റിവെക്കുകയും ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. അതോടുകൂടി തന്നെ ഈ ഒരു സന്ദർശനം ഇപ്പോൾ കൂടുതൽ ആകർഷണം നൽകുന്നതാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രമുഖ ദ്വീപ് രാഷ്ട്രമായ സീഷെല്ലിലേക്ക് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നയതന്ത്ര മികവ് ഇവിടെ വലിയ രീതിയിൽ വെളിപ്പെടുമെന്നതാണ് മറ്റൊരു വസ്തുത. ഇന്ത്യയും സീഷെൽസും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും ആ രാജ്യത്തിന്റെ ദേശീയ ദിനാഘോഷത്തിലും മുഖ്യ അതിഥിയായാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. എന്നാൽ ഈ ഔദ്യോഗിക സന്ദർശനത്തിലെ ഏറ്റവും സവിശേഷവും കൗതുകകരം ഉണർത്തുന്നതുമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും അടക്കം വൻതോതിൽ തരംഗമായി മാറിയിരിക്കുന്നത്. ഏതാണ്ട് 194 വർഷത്തോളം പ്രായമുണ്ട് എന്നത് കരുതപ്പെടുന്ന ജൊനാഥൻ എന്ന ഈ ഭീമൻ ആമ സീഷെൽസ് നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ജീവിക്കുന്നത്. ഈ ചരിത്ര പ്രസിദ്ധമായ ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി അവിടെ നടക്കുന്ന പ്രത്യേക വർഷത്തെ ഒരു രീതിയിൽ അതിൽ അദ്ദേഹം പങ്കാളിയാകും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ജൈവ വൈവിധ്യ സംരക്ഷണവും കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുമുള്ള സംയുക്ത നീക്കങ്ങളും ഇവിടെ ഊട്ടി ഉറപ്പിക്കുന്നതിന്റെ പ്രതീകമായിട്ടാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. സീഷെൽസ് ഭാരതത്തിന്റെ വളരെ തന്ത്രപ്രധാനമായ ഒരു സമുദ്ര അയൽ രാജ്യമാണ് എന്നും ആഗോള ദക്ഷിണ മേഖലയുടെ ഒരു താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്കാളിയാണ് എന്നതാണ് സന്ദർശനത്തിന് മുന്നോടിയായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം തന്റെ സുഹൃത്തു കൂടിയായ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ആകട്ടെ വിപുലമായ ഉഭയകക്ഷി ചർച്ച നടത്താൻ കാത്തിരിക്കുകയാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം സമുദ്ര സുരക്ഷ, ബ്ലൂ എക്കണോമി, കാലാവസ്ഥാ വ്യതിയാനം, പ്രതിരോധം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വിപുലീകരിക്കുന്നതിനായാണ് ഉഭയകക്ഷി ചർച്ചകളിൽ മുൻഗണന നൽകുന്നത്. സന്ദർശനത്തിന്റെ ഭാഗമായി തന്നെ സീഷെൽസ് കോസ്റ്റ് ഗാർഡ് ബേസിൽ നടക്കുന്ന പ്രത്യേക പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യയും സീഷെൽസും തമ്മിലുള്ള പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു പ്രത്യേക സംഘവും ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളും സീഷെൽസിന്റെ ദേശീയ ദിന പരേഡിൽ പങ്കെടുക്കുന്നുണ്ട്. മുൻപ് 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസാനമായി സീഷെൽസ് സന്ദർശിക്കുന്നത്. അതിനുശേഷം 2026 അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സന്ദർശനം വരുന്നതും ആ സന്ദർശനത്തിനാണ് ഇത്രയും അധികം പ്രാധാന്യം ഇവിടെ കൽപ്പിക്കപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.